കരം ഡയറക്റ്റഡ് ബൈ വിനീത് ശ്രീനിവാസൻ എൻ്റെ ഇഷ്ടപ്പെട്ട സംവിധായകനാണ്. ഒരുപാട് പേര് അദ്ദേഹത്തിനെ ക്രിഞ്ചൻ, മറ്റേ ചെന്നൈ പാസം, തൈര് സാധനം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇഷ്ടമാണ്. ലാസ്റ്റ് ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം പോലും ഞാൻ തിയേറ്ററിൽ ആസ്വദിച്ച് കണ്ട സിനിമയാണ് എല്ലാം, ഇതുവരെ പുള്ളി ചെയ്ത എല്ലാ പടങ്ങളും. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ ഒരു സിനിമോഗ്രാഫി എടുത്ത് നോക്കിയാൽ തന്നെ പുള്ളി ഇതുവരെ ചെയ്ത എല്ലാ പടങ്ങൾക്കും റിലീസിന് മുമ്പ് ഒരു പ്രൊമോഷൻ ഹൈപ്പും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമൊക്കെ നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. ആവേശം പോലത്തെ ഒരു സിനിമ റിലീസ് ഉണ്ടായിട്ട് പോലും കട്ടയ്ക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. ഹൃദയമായാലും അല്ലെങ്കിൽ പുള്ളി ചെയ്ത എല്ലാ പടങ്ങൾക്കും അതിൻ്റെതായ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ജനശ്രദ്ധ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കരത്തിലോട്ട് വരുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. പ്രൊമോഷനോ അല്ലെങ്കിൽ മറ്റ് പരിപാടികളും. ഇങ്ങനെ ഒരു സിനിമ ഇന്ന് റിലീസ് ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നു കുറേ പേര് അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും അറിയാത്തവരുണ്ടാവും. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തൊരു സിനിമ ഇന്ന് റിലീസ് ഉണ്ടെന്ന് പോലും കുറേ പേർക്ക് ഇപ്പോഴും അറിയാത്തവരുണ്ടാവും. ഞാനടക്കം സത്യം പറഞ്ഞാൽ ഇത് ഇന്നാണ് റിലീസ് എന്ന് കൺഫേം ആവുന്നത്. അതായത് ഇത് റിലീസ് ഉണ്ട്, ഈ ആഴ്ച റിലീസ് ഉണ്ടെന്ന് അറിയാം, ഈ ആഴ്ച അടുത്ത ആഴ്ചയായിട്ട് പടം ഇറങ്ങുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ ഇത് ഇന്നാണ് ഇറങ്ങണമെന്ന് ഞാൻ പോലും ഇന്നലെ വൈകുന്നേരം ചുമ്മാ ഒന്ന് BMS ബുക്ക് മേശോട് നോക്കിയപ്പോഴാണ് കണ്ടത്. അപ്പം അത്രയും ലോ പ്രൊമോഷൻ പരിപാടിയിൽ വന്നൊരു സിനിമയിലേക്ക് വരുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത് ടെക്നിക്കലി ഈ പടം കിഡുവാണ്. മേക്കിംഗ് ക്വാളിറ്റി ഈ പടം കിഡുവാണ്. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഹൈ മൊമെന്റ്സോ അല്ലെങ്കിൽ ഒരു കഥാപരമായിട്ടൊരു പുതുമയോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സിനിമയായിരുന്ന കരം. ഒരു വിനീത് ശ്രീനിവാസൻ സിനിമ പ്രതീക്ഷിച്ച് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോയാൽ അത് നിരാശ തന്നെയായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ടെക്നിക്കലി ഈ പടം കിട്ടുക. വിനീതിന് മുൻ പടങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പുള്ളി ഒരുപാട് മാറ്റങ്ങൾ ഈ സിനിമയ്ക്കകത്ത് കൊടുക്കുന്നുണ്ട്. പുള്ളിയുടെ മറ്റേ ചെന്നൈ അതുപോലെ മറ്റു സംഭവങ്ങളൊന്നും ഇല്ല. ചെന്നൈ മറ്റേ സംഭവങ്ങൾ അതൊന്നും ഇല്ലാതെ അതിൽ നിന്നൊക്കെ ഒരുപാട് പുറത്തോട്ട് വന്ന ഒരു സിനിമയായിരുന്ന കരം. പക്ഷേ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പ്രിഡിക്റ്റബിൾ സാധനമായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഒരു അരമണിക്കൂർ ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്താ പരിപാടിയെന്ന്. ആയത് കുറച്ച് സീനുകൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്ലൈമാക്സ് അടക്കം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് തന്നെയാണ്. സംഗതി വിനീതേട്ടൻ്റെ മുമ്പത്തെ പടങ്ങൾ എടുത്ത് നോക്കിയാൽ പോലും സ്ക്രിപ്റ്റിൽ വലിയ പുതുമയൊന്നുമില്ല. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായാലും ഹൃദയമായാലും അല്ലെങ്കിൽ ഇപ്പം എല്ലാം മുമ്പ് പുള്ളി ചെയ്ത പടങ്ങളൊക്കെ നമുക്കറിയാം. സിനിമ കാണുമ്പോൾ നമുക്ക് ഇത് ഏകദേശം ഈ സ്ക്രിപ്റ്റ് എങ്ങനെ നമുക്ക് മനസ്സിലാവും. പക്ഷെ പുള്ളി അത് പിടിച്ചിരുന്നുള്ളൊരു രീതി ഉണ്ട് മുൻ സിനിമകളിൽ. പക്ഷെ ഇതിലൂടെ വരുമ്പോൾ ഓൾറെഡി ഒരു നമ്മൾ മുൻപും കണ്ടിട്ടുള്ള ടൈപ്പ് സിനിമകൾ, അതിൽ തന്നെ ഒരു എന്താ പറയുക, നമ്മളെ തന്നെ ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്യണ പോലത്തെ ഒരു സ്റ്റോറി. അത് നമുക്ക് തന്നെ സത്യം പറഞ്ഞാൽ കാണാൻ തോന്നില്ല. നമുക്ക് തന്നെ ചിലപ്പോൾ ഇറങ്ങി പോകാൻ തോന്നുന്ന രീതിയിലുള്ള സ്റ്റോറി നമ്മൾ മുമ്പ് ഈ ടൈപ്പ് സിനിമകൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു സിനിമ അത് ടെക്നിക്കലി മേക്കിംഗ് കൊണ്ടൊക്കെ പടം കിട്ടുക തന്നെയാണ്, അതൊന്നുമില്ല എന്ന് പറയുന്നില്ല. പക്ഷെ പ്രത്യേകിച്ച് ഒന്നും ഒരു ഹൈ മൊമെൻ്റ് ഒന്നും ഈ സിനിമയ്ക്കകത്തില്ല. ത്രൂ ഔട്ട് എടുത്ത് നോക്കിയാൽ പോലും, സ്റ്റാർട്ട് ടു എൻഡ് നോക്കിയാൽ പോലും ഈ സിനിമയ്ക്കകത്ത് യാതൊരു വക ഹൈ മൊമെൻറ്റ്സോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആ ഒരു എഫക്റ്റ് പരിപാടികളൊന്നും ഈ സിനിമയ്ക്കകത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പടം നമുക്ക് സ്റ്റാർട്ടിങ് സീൻ കുറച്ച് കഴിയുമ്പോൾ സ്ക്രിപ്റ്റെല്ലാം പ്രിഡിക്റ്റബിളാണ്. അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് കരം. മേക്കിങ്ങിലൊക്കെ ഒരുപാട് കിടു തന്നെയാണ്. പിന്നെ നമ്മുടെ അജു വർഗീസ് ഒന്നും ഈ പടത്തിൻ്റെ അകത്തില്ല കേട്ടോ. വിനീതേട്ടൻ്റെ എല്ലാ പടങ്ങളിലും ഉള്ള ആളാണ് അജു വർഗീസ്. പക്ഷേ ഈ പടത്തിനകത്ത് അജു വർഗീസിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാട് മാറ്റങ്ങൾ വിനീതേട്ടൻ കൊടുക്കുന്നുണ്ട്. വിനീത് ശ്രീനിവാസൻ്റെ ഡയറക്ടർ പുള്ളിയുടെ മുൻപത്തെ സിനിമകളെ അപേക്ഷിച്ച് കരത്തിലോട്ട് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ടെക്നിക്കലി ആയാലും മേക്കിംഗ് ആയാലും എല്ലാം ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യുന്നൊരു സിനിമ തന്നെയാണ് കരം. അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരുപാട് മിസ്സിങ് എന്താ പറയുക, നമുക്ക് തന്നെ പ്രത്യേകിച്ചൊരു ഹൈ മൊമെൻറ്റൊന്നും തരാതെ പോയൊരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ ഷാൻ റഹ്മാനാണ് മ്യൂസിക്. ഷാൻ റഹ്മാൻ ഈ പടത്തിൽ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എൻ്റെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടറാണ് ഷാൻ റഹ്മാൻ. എൻ്റെ മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 മ്യൂസിക് ഡയറക്ടേഴ്സിന് പറഞ്ഞാൽ ഞാൻ പറയുന്ന പേരായിരിക്കും ഷാൻ റഹ്മാൻ. അതിൽ ഒരാൾ ഷാൻ റഹ്മാനായിരിക്കും. പക്ഷേ ഈ സിനിമയിലൂടെ വരുമ്പോൾ ഇതിൽ ഷാൻ റഹ്മാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആകെപ്പാടെ മറ്റേ ഇതിൻ്റെ ടീസറിലാണ് ട്രെയിലറിലാണ് അങ്ങോട്ട് വരുന്നൊരു സംഭവമുണ്ട്, ഒരു പാട്ട് ചെറിയൊരു, അതിന് ഇതിനകത്തുള്ളൂ. കാരണം ഇത് ഷാൻ റഹ്മാൻ ചെയ്യാൻ പറ്റിയൊരു സിനിമയല്ല. കാരണം ഇത് കുറച്ച് എന്താ പറയുക, പുള്ളിയുടെ വിനീതേട്ടൻ്റെ സിനിമകൾ പോലെ തന്നെ പറയാം ലവ് ട്രാക്ക്, കോമഡി ട്രാക്ക് പരിപാടികളൊന്നും അല്ലാത്തൊരു സിനിമ ആയതുകൊണ്ട് തന്നെ ഷാൻ റഹ്മാൻ പ്രത്യേകിച്ച് അങ്ങനെ കത്തിക്കാൻ മാത്രമുള്ളൊരു സ്കോപ്പ് ഈ പടത്തിനകത്തില്ല. അങ്ങനെയാണ് സിനിമയുടെ അപ്പോൾ എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ എനിക്കൊരു ബിലോ ആവറേജ്, ജസ്റ്റ് വൺ ടൈം വാച്ച് എന്ന് പറഞ്ഞാൽ വെറുതെ സമയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം, ആ ഒരു ഫീലായിരുന്നു. അപ്പോൾ ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾ
സിനിമ കണ്ട് വിലയിരുത്തുക. ഓക്കെ.